ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയി എന്ന് ലേഖയിൽ നിന്നറിയുന്ന പ്രതാപനും മുത്തശ്ശിയും അവരുടെ മുന്നിൽ വെച്ച് സന്തോഷം അടക്കി പിടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മുറിയിലെത്തിയതിന് ശേഷം മറന്ന് പൊട്ടിച്ചിരിക്കുന്നു. അതിനിടയിൽ പ്രതാപൻ്റെ വാരിയലിന് ഉളുക്ക് സംഭവിക്കുകയും അങ്ങനെ അയാൾക്ക് കിടക്കാനോ ഇരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിൽ ആവുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം തോമസ് വൈദ്യൻ വന്നിട്ട് അയാളുടെ പുറം ഭാഗം നന്നായിട്ടൊന്ന് തടവി കൊടുക്കുമ്പോൾ അത് നേരെയാകുന്നു. മാർക്കോയാണ് അവനെ ഇങ്ങനെ ഇരുട്ടടി അടിച്ചതെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഒരു കാരണവും ഇല്ലാതെ മാർക്കോ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് തോമസ് വൈദ്യൻ. തുടർന്ന് മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയി എന്നും മനുഷ്യർ തമ്മിലുള്ള ശത്രുതയ്ക്ക് ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയവരൊന്നും മനുഷ്യരല്ല എന്നും അവർക്ക് അതിനുള്ള ശിക്ഷ എന്നായാലും തിരിച്ചു കിട്ടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അവരോട്. പിന്നീട് പ്രതാപൻ അഗസ്ത്യകൂടത്തിൽ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് കണ്ണനിൽ നിന്നറിയുന്ന മാർക്കോയാണെങ്കിൽ അയാളെയും മേഘനെ പോലെ ജീവച്ഛവം പോലെ കിടത്തട്ടെ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അത് വേണ്ട എന്നും ഞാൻ അവന് കൊടുക്കാനുള്ളത് നല്ലത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഏതായാലും ഞാൻ അയാളെ ശരിക്കൊന്ന് കാണുന്നുണ്ടെന്നും അയാളേക്കാൾ വിഷമാണ് അയാളുടെ അമ്മ. എൻ്റെ ശരീരമൊക്കെ സെറ്റായി, അതുകൊണ്ട് ഇനി മഹാലക്ഷ്മിക്കും കുഞ്ഞിനും കാവലായിട്ട് ഞാനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നീട് കമലേശ്വരത്ത് തിരികെ എത്തുന്ന കരുണ മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയി എന്നുള്ളൊരു സന്തോഷ വാർത്ത ദുർഗയെയും ഉണ്ണിയെയും അറിയിക്കുന്നു. ഞാനും ഉണ്ണിയേട്ടനും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് അച്ഛൻ ഇങ്ങനെ തല്ലൊക്കെ കൊള്ളുന്നത്. ഉണ്ണിയേട്ടൻ ചെറുപ്പമല്ലേ, എന്തും ചെയ്യാനുള്ള ആരോഗ്യവും ഉണ്ട്. അതുകൊണ്ട് അച്ഛനെയും അമ്മാവനെയും മേഘേട്ടനെയും ഒക്കെ ഇങ്ങനെ തല്ലുകൊള്ളിക്കാതെ ഇനി മഹാലക്ഷ്മി ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് ഉണ്ണിയേട്ടനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ ഇത് കേൾക്കുന്ന ദുർഗ അതൊക്കെ ഇവൻ ചെയ്തോളും മോളെ, ഇപ്പോൾ അവളുടെ കുഞ്ഞു പോയില്ലേ, ഇനി അവളെയും ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ കണ്ണൻ തന്നെ കമ്പനിയുടെ തലപ്പത്ത് വരും, എല്ലാം പഴയപടിയാവും, മോൾ സമാധാനമായിട്ട് ഇരിക്കുന്നു പറയുന്നുണ്ട് ദുർഗ കരുണയോട്. തുടർന്ന് കണ്ണേട്ടൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാകും. ആ കുഞ്ഞു പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കണ്ണേട്ടനാണ്. ആ മാർക്കോ തന്നെയായിരിക്കും ആ കുഞ്ഞിൻ്റെ അച്ഛൻ. അതാണ് അയാൾ ആ ദേഷ്യം മുഴുവൻ അച്ഛൻ്റെ ദേഹത്ത് തീർത്തത്. ഒരവസരം വന്നു കഴിഞ്ഞാൽ അച്ഛൻ തന്നെ അയാളുടെ ദേഹത്തേക്ക് ടിപ്പർ ഇളിച്ചു കയറ്റുമെന്നും പറയുന്നുണ്ട് കേട്ടോ കരുണ. എല്ലാം നമുക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വന്നത്. അല്ലെങ്കിൽ അന്ന് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പോയ സമയത്ത് അമ്മ അവൾക്ക് വേണ്ടി പലഹാരം ഉണ്ടാക്കുന്നത് കാണാനും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംഭവിക്കാനും അതുകൊണ്ടാണല്ലോ പറ്റിയത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അതുകൊണ്ട് അച്ഛന് കിട്ടിയ ആ തല്ലിൻ്റെ വേദന പോലും എനിക്ക് മറക്കാൻ കഴിയുന്നുണ്ട് എന്നും കരുണ കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയി എന്ന് കരുതി സന്തോഷത്തോടെ കഴിയുന്ന പ്രതാപനെയും മുത്തശ്ശിയും കാണാനായിട്ട് മാർക്കോ എത്തുന്നുണ്ട്. അപ്പോൾ മാർക്കോയെ കാണുമ്പോൾ തന്നെ മുട്ടിടിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്ക്. തുടർന്ന് നീയല്ലേ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കളയാൻ പലഹാരത്തിൽ വിഷം ചേർത്തത് എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ ഇവൻ അതിൽ ഒരു പങ്കുമില്ല മോനെ, മോഹിനി അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ വെച്ചല്ലേ ലക്ഷ്മിക്ക് പലഹാരം ഉണ്ടാക്കി കൊടുത്തത്, പിന്നെ ഇവൻ എങ്ങനെ അതിൽ വിഷം കലർത്താനാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അനന്ത് സാറിൻ്റെ വീട്ടിൽ CCTV ഉണ്ട്, അതിൽ നിന്ന് സത്യം ഞങ്ങൾ കണ്ടെത്തിക്കോളാം. അതിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ വിരട്ടുമ്പോൾ അത് കേട്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. തുടർന്ന് പ്രതാപൻ്റെ ദേഹത്ത് ചവിട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണ് നിന്നെ തല്ലിയതെന്ന് പോലീസിനോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇനി നീ കാരണം ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ പിന്നെ മേഘനെ പോലെ വെറും ജഡമായിട്ട് നിനക്കും കിടക്കേണ്ടി വരും. അത് ഓർത്താൽ അമ്മയ്ക്കും മോനും നല്ലത് എന്ന് അവരെ ഭീഷണിപ്പെടുത്തി മാർക്കോ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ മാർക്കോയുടെ ആ ഭീഷണിയിൽ ശരിക്കും പേടിച്ചു വിറയ്ക്കുന്നുണ്ട് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും. പിന്നീട് കാണിക്കുന്നത് കരുണ ഛർദ്ദിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ട് ഞെട്ടലോടെ കോണിപ്പടികൾ ഇറങ്ങി വരികയാണ് കേട്ടോ ഉണ്ണി. ദുർഗയാണെങ്കിൽ വേഗം ചെന്ന് കരുണയുടെ പുറമൊക്കെ തടവി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ എന്തെന്നില്ലാതെ സന്തോഷമാവുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, കരുണ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ദുർഗ ഉറപ്പിക്കുന്നു. ഒരുത്തിയുടെ കുഞ്ഞു പോയപ്പോൾ മോൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് കരുണയ്ക്കും ദുർഗയ്ക്കും ഉണ്ണിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ദുർഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ ഉണ്ണി, നീ ഒരു അച്ഛനാകാൻ പോവാടാ. ഏതായാലും അവളുടെ കുഞ്ഞ് പോയപ്പോൾ ഉടനെ തന്നെ മോള് വിശേഷം കേൾപ്പിച്ചല്ലോ. ഇനി കുഞ്ഞിനെയും വയറ്റിലിട്ട് നടക്കുന്ന മോളെ കണ്ട് അവൾ ഉരുകിത്തീരണം. ഏതായാലും നമുക്കിത് പായസം വെച്ച് തന്നെ ആഘോഷിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ ഇങ്ങനെ എന്തെന്നില്ലാതെ സന്തോഷിക്കുമ്പോൾ ഉണ്ണിയും കരുണയാണെങ്കിലും അങ്ങനെ ആകെ മരവിച്ച പോലെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മുറിയിലെത്തുന്ന ഉണ്ണിയാണെങ്കിൽ കരുണ തന്നെ വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു. അങ്ങനെ ആകെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം കരുണ ഉണ്ണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
കരുണയോടായിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, എങ്ങനെ തോന്നി കരുണ നിനക്ക് എന്നെ വഞ്ചിക്കാൻ? നിൻ്റെ ചേച്ചിക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ അവർ മറ്റൊരുത്തനെ വയലിലാക്കി. അപ്പോഴും നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയുമ്പോൾ അത് ഉണ്ണിയേട്ട എന്ന് കരുണ പറയാൻ തുടങ്ങുന്നതും, കുഞ്ഞു പോയ ശേഷം ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്ത ബന്ധം ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഞാൻ എങ്ങനെ അച്ഛനാകുമെന്ന് ഉണ്ണി പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ കരുണയ്ക്കാണെങ്കിലും ഭയങ്കര അഹങ്കാരം തന്നെയാണ്. കരുണ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. കരുണ പറയുന്നുണ്ട്, നിങ്ങളുടെ മുന്നിൽ പരിശുദ്ധ തെളിയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് അഹങ്കാരത്തോടെ പറയുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. പിന്നീട് പായസം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ദുർഗയുടെ അടുത്തേക്ക് വന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, അമ്മ എന്തിനു വേണ്ടി ഈ പായസമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ മോള് വിശേഷം കേൾപ്പിച്ചിരിക്കുകയല്ലേ, അത് നമുക്ക് ആഘോഷിക്കണ്ടേ, നീ എത്രയും പെട്ടെന്ന് അവളെയും കൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോകണം എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, കരുണ ഗർഭിണിയാണെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഏതായാലും ഞാനല്ല, നമ്മളെല്ലാവരെയും വഞ്ചിക്കുകയാണ് അവൾ എന്ന് ഉണ്ണി പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ ദുർഗ. അപ്പോൾ സ്വന്തം മരുമകളെ തലയിലെടുത്ത് വെച്ച് ചേർത്ത് പിടിച്ച് നടക്കുന്ന ദുർഗയ്ക്ക് ഏതായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് കരുണയുടെ ചതിയിലൂടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി വഴിപിഴച്ചവളാണെന്നും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയ ഓരോരുത്തർക്കും അധികം വൈകാതെ തന്നെ തിരിച്ചടികൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്